നമസ്കാരം. ഏവർക്കും പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ വിശദമായി നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ തന്നെയാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുവാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, ഇവിടെ തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തേത് അടക്കയാണ് എങ്കിൽ രണ്ടാമത്തേത് വെറ്റിലയാണ്. ഇവ രണ്ടും സാധാരണ വസ്തുക്കളല്ല എന്നതാണ് വാസ്തവം. വളരെയധികം ദൈവികമായ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന 2 വസ്തുക്കൾ എന്ന പ്രത്യേകതയുണ്ട്. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശ്വരാനുഗ്രഹം കടന്നു വരണം എന്നും ഉദ്ദേശിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ നടന്നു കിട്ടണം എന്നും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും ഭാഗ്യം വന്ന് ചേരാവുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം നിങ്ങളുടെ പ്രയത്നവും അതോടൊപ്പം നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നതായ ഈ സാഹചര്യങ്ങളും അത് തീർച്ചയായും നിങ്ങൾക്ക് ഗുണപരമായി തീരും എന്നുള്ളതാണ്. ഭാഗ്യവും പ്രയത്നവും അത് ഒന്നിച്ചു ചേരുമ്പോൾ നിങ്ങൾ തീർച്ചയായും വിചാരിച്ചിരിക്കുന്നതായ ആ കാര്യം അത് നടന്നു കിട്ടുവാനുള്ള ഒരു സാഹചര്യമാണ് നിങ്ങളിലേക്ക് ഒരുങ്ങുക. ഈ സമയം തീർച്ചയായും ആ കാര്യങ്ങളെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടച്ച് ആ ആഗ്രഹം നടക്കണം എന്ന പ്രാർത്ഥനയോടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ ആദ്യം കാണുന്നതായ ചിത്രം ഏതാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ളതായ ചിത്രം ഏതാണോ, ആ ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഏവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് തീർച്ചയായും ഒരു ചിത്രം മുൻപ് പരാമർശിച്ചതുപോലെ തിരഞ്ഞെടുക്കൂ. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ആരാണോ, ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി ഏവരും ഒരു നിമിഷം വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുക. ആദ്യത്തെ ചിത്രമായ അടക്കയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. വളരെ സന്തോഷത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതിൽ വളരെയധികം നിർബന്ധമുള്ളവരാണ് എന്ന് പറയാം. നിങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരും സന്തോഷിക്കണം, അല്ലെങ്കിൽ അവർക്കും അത്തരം കാര്യങ്ങൾ ഉണ്ടാകണം എന്നത് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കും എന്നൊരു പ്രതീതി സൃഷ്ടിച്ചതിന് ശേഷം അത് നടക്കാത്തതായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പലരും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അപ്രകാരമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം അർഹതയുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ അർഹതയ്ക്കനുസരിച്ചുള്ള ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കണം എന്ന് നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്നാൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കാത്തതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. ആത്മാർത്ഥമായ പരിശ്രമം അത് നിങ്ങൾ ജീവിതത്തിൽ പ്രകടമാക്കുന്നവരാണ് എന്നതും വാസ്തവമായ കാര്യമാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലപ്പോഴും പരിശ്രമങ്ങൾ പോലും വിജയത്തിലെത്താത്തതായ സാഹചര്യമുണ്ട്. പരാജയങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടുകൾ പല കാര്യങ്ങളിലും
അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ പലരും കുറ്റം പറയുന്നതായ സാഹചര്യം പോലുമുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ഫലങ്ങൾ ലഭിക്കുന്നില്ല എന്നതും നിങ്ങളുടെ വിഷമത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും സമയദോഷം നിങ്ങളെ വല്ലാതെ ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾ വിങ്ങിപ്പൊട്ടുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളെ നയിക്കുന്നത് അത് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ മാത്രമല്ല, പല കാര്യങ്ങളിലും തെറ്റിദ്ധാരണയുടെ പുറത്തോ മറ്റുള്ളവരോ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പുറത്തു നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു വിധത്തിലും പ്രശ്നങ്ങളില്ല എന്ന് തോന്നാം. വളരെ സന്തോഷകരമായ ജീവിതം, കുടുംബജീവിതവും അപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് മറ്റുള്ളവരുടെ ചിന്ത. എന്നാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല വിധത്തിലാണ് നിങ്ങൾക്ക് അസ്വസ്ഥതകൾ ബാധിച്ചിട്ടുള്ളത്. പല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കലഹങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. പല കാര്യങ്ങളിലും കലഹങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. സമയദോഷം കൊണ്ട് മാത്രമല്ല ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസകരമായ ആ സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനുള്ള ഒരു ശക്തി അത് നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന സാഹചര്യമുണ്ട്. ഐശ്വര്യം നിറഞ്ഞ ദിവസങ്ങൾ തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം തൊടുകുറി ഗണിതപ്രകാരം കാണുവാൻ സാധിക്കുന്നതും ആ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ, നിങ്ങൾ അത്രമേൽ മനസ്സിൽ കൊണ്ടു നടക്കുന്നതായ കാര്യങ്ങൾ നടക്കുമോ അല്ല നടക്കില്ലയോ എന്ന് പലപ്പോഴും നിങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പം പോലുമുണ്ട്. എന്നാൽ തൊടുകുറി ഗണിതപ്രകാരം നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ ആഗ്രഹങ്ങൾ, ആ കാര്യങ്ങൾ സഫലമാകുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും പരിശ്രമം നിങ്ങൾക്ക് അനിവാര്യം തന്നെയാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന, അനുകൂല സാഹചര്യങ്ങളിലേക്ക് നീങ്ങാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഏകാഗ്രത നിങ്ങൾക്ക് നഷ്ടമാകാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ അല്പസമയമെങ്കിലും ഒറ്റയ്ക്കിരുന്ന് മനസ്സിനെ ഏകാഗ്രമാക്കി നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയോട് പ്രാർത്ഥിക്കുകയും എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹം അത് തീർച്ചയായും നടന്നു കിട്ടണം എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ അത് മറ്റുള്ളവർ, സുഹൃത്തുക്കളാകാം, വേണ്ടപ്പെട്ടവരാകാം, അവർ അറിയേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്. ഈ സമയം ഇപ്രകാരം നിങ്ങൾ പ്രാർത്ഥന നടത്തുന്നതിലൂടെ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയാണ് വർദ്ധിക്കുക എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും ഈ സമയം എന്താണോ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് അത് തീർച്ചയായും നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും മനസ്സ് വല്ലാതെ വിങ്ങിപ്പൊട്ടുന്നതായ സാഹചര്യമുണ്ട്. പല ചിന്തകളും ആകുലതകളും, അത് സുഹൃത്തുക്കളാകാം, വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ പങ്കാളിയോ, സന്താനങ്ങളോ, മാതാപിതാക്കളോ, സഹോദരങ്ങളോ ആയി ബന്ധപ്പെട്ട് പോലുമാകാം. അത്തരം ചിന്തകൾ തീർച്ചയായും നിങ്ങൾ കാടുകയറി ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ കാര്യം എന്താണോ അത് നിങ്ങളിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്.
എന്നാൽ ചില തടസ്സങ്ങൾ അതിനു മുന്നിൽ വന്നു ചേരാം. അതിലൊന്ന് അനാവശ്യമായ ചിന്തകളും നെഗറ്റീവായ ചിന്തകളും തന്നെയാണ്. നെഗറ്റീവായ ചിന്തകൾ നിങ്ങളെ വളരെയധികം ബാധിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കൂടാതെ തെറ്റിദ്ധാരണകൾ പാടുള്ളതല്ല. കലഹങ്ങൾ പോലുള്ള കാര്യങ്ങൾ ഈ സമയം പൂർണ്ണമായും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. മറ്റുള്ളവർ പറയുന്നത് കൊണ്ട് മാത്രം പ്രവർത്തിക്കാതെ നിങ്ങൾ തീർച്ചയായും ആ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് വാസ്തവം. പല കാര്യങ്ങളിലും മറ്റുള്ളവർ നിങ്ങൾക്ക് മേൽ കുറ്റം പഴിചാരുന്ന സാഹചര്യം പോലുമുണ്ട്. അവർ ചെയ്തിട്ടുള്ളതായ തെറ്റുകൾ പോലും നിങ്ങൾ മൂലമാണ് എന്ന് വരുത്തി തീർക്കുവാൻ പലരും ശ്രമിക്കുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പലരും മനസ്സിലാക്കുന്നില്ല എന്ന വിഷമതകൾക്ക് പുറമെ കുറ്റപ്പെടുത്തലുകളും നിങ്ങൾക്ക് സഹിക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അതിനെ തരണം ചെയ്യുവാനുള്ള ശക്തി നൽകണമെന്നുള്ള നിങ്ങളുടെ പ്രാർത്ഥന അത് തീർച്ചയായും ഫലം കാണും എന്നുള്ളതാണ്. ഈ സമയം എന്താണോ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് ജീവിതത്തിൽ നിന്നും ഓരോന്നായി അഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ക്ഷമ അത് നിങ്ങൾക്ക് അനിവാര്യം തന്നെയാണ്. ക്ഷമയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങൂ. കാര്യങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. രണ്ടാമത്തെ ചിത്രമായ വെറ്റിലയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട തൊടുകുറി ഗണിത ഫലപ്രകാരം നോക്കുമ്പോൾ ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വര ചൈതന്യം, ഈശ്വര കടാക്ഷം അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം. ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എതിരായി സംഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ സമയം നിങ്ങളിലുള്ള ഈശ്വരാനുഗ്രഹം, ഈശ്വരന്റെ ആ ചൈതന്യം അല്പം കുറഞ്ഞിരിക്കുന്നതായ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ചില വ്യക്തികളുമായുള്ള ഇടപെടൽ നിങ്ങൾക്ക് ദോഷകരമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ചില നെഗറ്റീവ് സ്വഭാവമുള്ള വ്യക്തികളുമായുള്ള സമ്പർക്കം നിങ്ങളെ വളരെയധികം ബാധിച്ചിരിക്കുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായി സംഭവിക്കുന്ന ഒരു കാര്യം ആകണം എന്നില്ല. എന്നാൽ പരോക്ഷമായി പല കാര്യങ്ങളെയും അത് ബാധിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. പല കാര്യങ്ങളിലും ഉത്കണ്ഠ, ആകുലത നിങ്ങളുടെ മനസ്സിൽ വളരെയധികം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നെഗറ്റീവായ ചിന്തകൾ, അത്തരം കാര്യങ്ങൾ മനസ്സിനെ വളരെയധികം ബാധിച്ചിരിക്കുകയും പല കാര്യങ്ങളിലും ചിന്തകൾ പോലും നിങ്ങൾക്ക് നഷ്ടമാകുന്ന സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളും തിരികെ പിടിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും അത് സാധിക്കാത്തതായ ഒരു സാഹചര്യം ജീവിതത്തിൽ കൃത്യമായി തന്നെ കാണുവാൻ സാധിക്കുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾ ഒരു അപകടാവസ്ഥയിൽ, അതായത് നിലനിൽപ്പുമായി ബന്ധപ്പെട്ടാണ് പരാമർശിക്കുന്നത്. അത്തരം ചില വിഷമകരമായ ഒരു സന്ധിയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് കാണുന്നു. പ്രധാനമായും തൊഴിലോ പ്രവർത്തികളോ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും നിങ്ങൾ അത്ര സംതൃപ്തരല്ല എന്നുള്ളതാണ് വാസ്തവം. മനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതേപോലെ പല വിഷമതകളും അല്ലെങ്കിൽ അപകടങ്ങൾ എന്ന് പറയാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചിന്തകൾ അപ്രകാരം നിങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. പല കാര്യങ്ങളെയും മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളവരാണ് നിങ്ങൾ. അത് തന്നെയാണ് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ
വലിയ ഭാരമായി തിരിച്ചടികളായി സംഭവിച്ചിട്ടുള്ളത് എന്നതും വാസ്തവമാണ്. നിലനിൽപ്പ് നോക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് നിങ്ങൾ തീർച്ചയായും ഭദ്രമാക്കേണ്ടതും അനിവാര്യമാകുന്നു. അതിനുശേഷമായിരിക്കണം പല കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത്. പല കാര്യങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ സ്ഥിതി മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളുകയും എന്നാൽ അവർ അവരുടെ കാര്യം നടന്നതിന് ശേഷം നിങ്ങളെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അത് തീർച്ചയായും നിങ്ങൾ ഒരു പാഠമായി ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഏതൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴും ഒരു വ്യക്തി അതേക്കുറിച്ച് നല്ലത് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രമായിരിക്കരുത്, ചിന്തിച്ചു വേണം പ്രവർത്തിക്കാൻ. പല കാര്യങ്ങളിലും അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും എടുത്തുചാടി പ്രവർത്തിച്ച് നഷ്ടങ്ങളോ വിഷമതകളോ ചില അവസരങ്ങൾ തന്നെയാകാം. അത് നഷ്ടപ്പെടുത്തിയിരിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. സന്തോഷകരമായ വാർത്ത എന്താണ് എന്ന് നോക്കുകയാണ് എങ്കിൽ, ഈശ്വരാനുഗ്രഹം അല്പം വൈകിയാണ് എങ്കിലും നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത്. അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളതായ പല കാര്യങ്ങളും വീണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അനുഗ്രഹം തന്നെയായി പരാമർശിക്കാം. ഈ സമയം ഈശ്വരാനുഗ്രഹം അത് തീർച്ചയായും നിങ്ങളിൽ കടന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ പല കാര്യങ്ങളും അത് സാധ്യമാക്കുവാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്രയും സമയം ആവശ്യമായി വരില്ല എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെട്ട ആ ആഗ്രഹം നടക്കുമോ എന്ന് നിങ്ങൾ സംശയിക്കുകയാണ് എങ്കിൽ നടക്കും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ചില കാര്യങ്ങളിൽ അല്പമൊരു കാലതാമസം ഉണ്ടായി എന്ന് വരാം. ആ കാലതാമസം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായി ഭവിക്കും എന്നുള്ളതാണ്. കാരണം പല കാര്യങ്ങളെയും കൃത്യമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടുവോളം ഉണ്ടായിരുന്ന വ്യക്തികൾ തന്നെയാണ്. എന്നാൽ നെഗറ്റീവായ ഊർജത്തിന്റെ ആ വർധനവ് നിങ്ങളിൽ ഈശ്വരാധീനം അല്പം കുറഞ്ഞിരിക്കുന്നതിന്റെ കാരണം തന്നെയാണ്. എന്നാൽ അതിന്റെ അർത്ഥം ഇനി ഒരിക്കലും ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കില്ല എന്നല്ല. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കുകയും ക്ഷേത്ര ദർശനം പോലുള്ള കാര്യങ്ങൾ, അതോടൊപ്പം പ്രാർത്ഥനകൾ, മന്ത്രജപം പോലുള്ള കാര്യങ്ങൾ ചെയ്ത് പോസിറ്റീവായ ഊർജം നിങ്ങളിൽ വർദ്ധിപ്പിച്ച് ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ്. പല പ്രശ്നങ്ങളും അത് മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. എന്നാൽ അതിന്റെ അർത്ഥം അത് എപ്പോഴും നിങ്ങളെ വേട്ടയാടും എന്നല്ല. അത് തീർച്ചയായും അവസാനിക്കുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടും എന്നത് വാസ്തവം തന്നെയാണ്. വിചാരിച്ചതായ കാര്യം അത് നടന്നു കിട്ടും എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന ഉടനെ തന്നെ ആ കാര്യങ്ങൾ നടക്കണം എന്നില്ല. അല്പം കാലതാമസം ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്ന് വരാം. ഈശ്വരാനുഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായും അത് എത്ര പ്രയാസമേറിയ കാര്യമാണ് എങ്കിലും അത് നടക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്നുള്ളതാണ്. തീർച്ചയായും ഈ സമയം ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചത് പോലും അത് ഈശ്വരന്റെ നിശ്ചയമായിരുന്നു, ഈശ്വരന്റെ ഇച്ഛയായിരുന്നു എന്ന് തന്നെ നിങ്ങൾ അർത്ഥമാക്കണം. കാരണം ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുവാനുള്ള ഒരു അവസരം ഒരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഉപകാരപ്രദമായ പല കാര്യങ്ങളും സംഭവിക്കുകയും എന്താണോ അശുഭകരമായ കാര്യങ്ങൾ അത് കൃത്യതയോടെ മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ചിലത് ദോഷമാണ് എന്ന് മനസ്സിലാക്കിയാലും അത് വീണ്ടും അത് പ്രവർത്തിച്ച് അതുമായി മുന്നോട്ട് പോകുന്നതായ സാഹചര്യം
അത് ഒഴിവാക്കപ്പെടണം എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ തീർച്ചയായും ഈ കാര്യങ്ങൾ കേൾക്കുന്നത് ആഗ്രഹ സാഫല്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിന് സമാനം തന്നെയാണ്. അതിനുള്ള അവസരം തന്നെയാണ് ഈശ്വരൻ ഒരുക്കിയിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. പോസിറ്റീവായ ഊർജത്തോടെ, പോസിറ്റീവായ ഊർജവർദ്ധനവോടെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. ശുഭകാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് സംഭവിക്കും.